ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ഞാൻ വരച്ച പടം നോക്കണ്ട, ടെക്സ്റ്റ് ബുക്കിലുള്ള പടം നോക്കിയാൽ മതി. കാണാമോ? ഇതാണ് നിങ്ങളുടെ കോശം. ഇതിൽ ഞാൻ വരച്ച എല്ലാ ഭാഗങ്ങളും ഉണ്ട്. മർമ്മമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഞാൻ വരച്ചതുപോലെ അല്ല, ഇതിൽ ഭംഗിയായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വരയ്ക്കുമ്പോൾ ഇത്ര നീറ്റായില്ല. മർമ്മമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്, റൈബോസോമുണ്ട്, ഫേനമുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. പച്ച കളർ കണ്ടോ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, ഗോൾജി ബോഡീസ് ഉണ്ട്, പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്തരമുണ്ട്, കോശഭിത്തി, ഈ ഔട്ടറിൽ കാണുന്ന കോശഭിത്തിയുണ്ട്. ഇതിൽ ഈ മർമ്മവും കൂടെ ചേർത്ത്, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തുള്ളതിനെ എല്ലാം നമ്മൾ ജീവദ്രവ്യം എന്ന് പറയും. ഈ അകത്തുള്ള എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ജീവദ്രവ്യം എന്ന് പറയും. ഇത് മർമ്മം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ കോശദ്രവ്യം എന്ന് പറയും. എല്ലാം മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഇതിൽ ഓരോന്നിന്റെയും പടം വലുതായി കാണിച്ചിട്ടുണ്ട്. ഞാൻ പടം കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ മൈറ്റോകോൺട്രിയോൺ. ഞാൻ പറഞ്ഞല്ലോ, ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതും ഊർജ്ജം ശേഖരിച്ചു വെക്കുന്നതും ഈ മൈറ്റോകോൺട്രിയോൺ ആണ്. തലച്ചോറ്, കരള്, പേശികൾ എന്നീ സ്ഥലങ്ങളിൽ, കൂടുതൽ ഊർജം വേണ്ട സ്ഥലങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണും. മൈറ്റോകോൺട്രിയോൺ. ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഞാൻ പറഞ്ഞു, കോശത്തിന് ദൃഢതയും ആകൃതിയും എല്ലാം നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിനുള്ളിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്, വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്തത് റൈബോസോം. റൈബോസോം ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് കാണും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണും. ഇതാണ് മാംസ്യം. കോശത്തിനുള്ളിൽ വേണ്ട മാംസ്യം നിർമ്മിക്കുന്നത് ഈ റൈബോസോമാണ്. ഇത് നിങ്ങളുടെ ഫാനം. ഞാൻ പറഞ്ഞിട്ടൊരു വായു അറ പോലെ കാണും. ഇതൊരു അറ പോലെ കാണുന്ന കാരണം ഇതിനൊരു തിക്ക് ഔട്ടർ ലെയർ ഉണ്ട്. ഒരു പ്രത്യേക തരം ഔട്ടർ കവറിങ് ഉണ്ട്. ഈ കവർ ഒരു പ്രത്യേക തരം കവറാണ്. അതിന് ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ടോണോപ്ലാസ്റ്റ്. ഈ കോശത്തിന്റെ ഭാഗം മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ടോണോപ്ലാസ്റ്റ് മാർക്ക് ചെയ്യണ്ട, ഫാനും മാർക്ക് ചെയ്താൽ മതി. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞതാണ്. ഫാനത്തിന്റെ ഔട്ടർ കവറിങ്ങിനെ, ആ ഫാനത്തിന്റെ ബൗണ്ടറി നമ്മൾ പറയുന്നത് ഒരു പ്രത്യേകതരം ഒരു ബൗണ്ടറിയാണ്, ഒരു സ്ഥലമാണ്. അതിന് നമ്മൾ പറയുന്നത് ടോണോപ്ലാസ്റ്റ് എന്ന് പറയും. ടോണോപ്ലാസ്റ്റ്. അതാണ് ഈ വിസർജ്യ വസ്തുക്കളെയൊക്കെ ശേഖരിച്ച് വെക്കുന്നത്. ടോണോപ്ലാസ്റ്റ് ആണ്. സോറി, ഫാനമാണ്. ഫാനം. അടുത്ത് നിങ്ങൾക്കുള്ളത് ഗോൾജി ബോഡീസ്. ഗോൾജി ബോഡീസ് ഞാൻ പറഞ്ഞു, നമ്മളുടെ ഹോർമോൺസ്, രാസാഗ്നികൾ, ശ്ലേഷ്മരസം ഇവയെല്ലാം ശേഖരിച്ച് ഒരു ചെറു സഞ്ചിയിലാക്കി കോശത്തിനുള്ളിൽ വെച്ചിരിക്കും. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. അതിനു വേണ്ടിയുള്ള ഭാഗമാണ് ഗോൾജി ബോഡീസ്. മനസ്സിലായാലും ചെറു സഞ്ചികളായിട്ടാണ് കാണുന്നത്. ഇത് കൂടുതലും കാണുന്നത് നമ്മുടെ ഗ്ലാൻഡുകളിലാണ്, നമ്മളുടെ ഗ്രന്ഥികളിലാണ്. ഇത് കൂടുതലും ഈ ഗോൾജി ബോഡീസ് കൂടുതൽ കാണുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, ഇങ്ങനെ കുറേ ഗ്ലാൻഡുകളുണ്ടല്ലോ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, ആ ഗ്രന്ഥികളിലാണ് ഈ ഗോൾജി ബോഡീസ് കൂടുതലായി കാണപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. കാണാമോ? ഇത് ഫില്ല് ചെയ്യാനുണ്ട്.
ഇത് ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ ഇട്ടിരിക്കും. നോട്ട്സും ഞാൻ ഇട്ടിരിക്കും. എങ്കിലും ഇത് നിങ്ങളെല്ലാം ഓർത്ത് തനിയെ ഫില്ല് ചെയ്യുക. ആദ്യം ഫാനത്തിന്റെ രണ്ട് ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫാനത്തിന്റെ എന്തുവാണ്? വിസർജ്യ വസ്തുക്കളെ എല്ലാം ശേഖരിച്ച് വയ്ക്കുന്നത് ഫാനമാണ്. ആ ഫാനത്തിന്റെ പുറം ചട്ടയാണ്, ആ ബൗണ്ടറി, ആ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. ആ 2 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. അതിന്റെ പുറം ആവരണത്തെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നു. അത് വിസർജ്യ വസ്തുക്കളെയൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നു. അടുത്ത ഗോൾജി ബോഡീസ് ഞാൻ പറഞ്ഞു. ശ്ലേഷ്മരസം, രാസാഗ്നികൾ, ഹോർമോൺസ് ഇവയെല്ലാം ചെറുസഞ്ചികളിലാക്കി വയ്ക്കുന്നു. അതാണ് ഗോൾജി ബോഡീസ്. അതാണ് ഗോൾജി ബോഡീസ്. രാസാഗ്നികൾ, ശ്ലേഷ്മരസം, ഹോർമോൺസ് ഇവയെല്ലാം ചെറുസഞ്ചികളിലാക്കി വയ്ക്കുന്നു. ഇവ കൂടുതലും നമ്മുടെ ഗ്രന്ഥികളിലാണ് കാണുന്നത്. ആ 2 പോയിന്റ് എഴുതിയാൽ മതി. അടുത്ത് ഊർജ നിലയം, കരൾ, തലച്ചോർ, പേശികൾ എന്നിവ കൂടുതലായി കാണുന്നു. എന്തൊന്നാണ്? തലച്ചോറിലും കരളിലും പേശികളിലും ഒക്കെ കൂടുതലായി കാണുന്നത് എന്തൊന്നാണ്? മൈറ്റോകോൺട്രിയോൺ ആണ് അവിടെ കൂടുതലായി കാണുന്നത്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയോൺ. അടുത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഞാൻ പറഞ്ഞു തന്നു. ദേഹത്തിന്റെ ഘടനയും ആകൃതിയും എല്ലാം തീരുമാനിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പദാർത്ഥങ്ങളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഹിച്ചു കൊണ്ടുപോകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതിനെ നമ്മൾ എന്തോന്ന് പറയും? കോശത്തിന്റെ അസ്ഥികൂടം എന്ന് പറയും. അടുത്ത റൈബോസോം മാംസ്യം നിർമ്മിക്കുന്നതാണ്. കുഞ്ഞറകളാണ്, മാംസ്യം നിർമ്മിക്കും. അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ വേറിട്ടോ കാണപ്പെടുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ അറിയാമല്ലോ. നിങ്ങൾക്ക് സ്കൂളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അറിയാമല്ലോ ഫില്ല് ചെയ്യാൻ. അപ്പോൾ കോശത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയാണ്, സസ്യകോശത്തിനെ കുറിച്ച് ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾക്ക് കോശവിജ്ഞാനീയത്തിന്റെ വളർച്ചയെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ കോശവിജ്ഞാനീയം രൂപപ്പെട്ട് വന്നതോടുകൂടി ഈ ലോകത്തിൽ തന്നെ വളരെയധികം പുരോഗതി ഉണ്ടായി എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ആ കോശവിജ്ഞാനീയം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതിൻ്റെ സ്റ്റേജസ് എന്തോന്നാണ് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ കോശങ്ങൾ കണ്ടുപിടിക്കുന്നത് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആയിരുന്നു. മിറർ ഉപയോഗിച്ചാണ് നമ്മൾ മിററിൽ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ വസ്തുവിനെ നിരീക്ഷിച്ചത് പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി. അപ്പോൾ അതാണ് നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് കഴിഞ്ഞ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കഴിഞ്ഞ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ പഠിച്ചത് പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി എന്നാണ്. 2000 മടങ്ങ് വരെ മാത്രമേ നമ്മൾക്കതിൽ ഒരു വസ്തുവിനെ വലുതായി കാണിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് സിലബസിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാനില്ല എങ്കിലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഉപയോഗിക്കുന്നത് ഇലക്ട്രോണുകളാണ്. അപ്പോൾ ആ ഇലക്ട്രോണുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ സൂമിങ്ങും നമ്മളൊരു വസ്തുവിനെ വലുതായി കാണാനെല്ലാം സഹായിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത് ഇലക്ട്രോൺസുകളാണ്. ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾക്ക് 2000 മടങ്ങൊന്നുമല്ല, ഒരു വസ്തുവിനെ ലക്ഷക്കണക്കിന് അനേക ലക്ഷം മടങ്ങ് വലുതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊറോണ വൈറസ് പോലെയുള്ള വൈറസുകളെ എല്ലാം അത്രയും സൂക്ഷ്മജീവികളെ വരെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ കഴിയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു കോശങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ കോശങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റോബർട്ട് ഹൂക്ക് 19ാം നൂറ്റാണ്ടിൽ
മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ആദ്യമായിട്ട് കോശം കണ്ടുപിടിച്ചത്. അതിന് സെല്ലെന്ന് പേരിട്ടു. സെല്ലെന്ന കോശം എന്ന് പേരിട്ടു എന്നെല്ലാം നമ്മൾ പഠിച്ചു. അത് കോശം കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ കോശത്തിനകത്തുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന നമ്മൾ പഠിച്ച കോശധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന അതിനകത്തുള്ള കോശാംഗങ്ങൾ, അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൂടി വന്നതിന് ശേഷമാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചത്. അപ്പോൾ വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ നിലയിൽ നിൽക്കുകയാണ്. ആ ലെവലിൽ നിന്ന് സൂക്ഷ്മജീവികളെയൊക്കെ നിരീക്ഷിച്ച് ഇപ്പോൾ നമ്മൾക്ക് അസുഖം വന്നാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് അവർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ വെച്ച് നോക്കി എന്തൊക്കെ അണുക്കളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾക്ക് അതിൻ്റെ പ്രതിവിധിക്കുള്ള മരുന്ന് തരുന്നു. ഇതുപോലെ എല്ലാ മേഖലകളിലും ശാസ്ത്രം എത്ര ഡെവലപ്മെന്റ്സ് ഉണ്ടായോ അതിനെല്ലാം മൈക്രോസ്കോപ്പിന്റെ സഹായമുണ്ട്. അതുപോലെ മൈക്രോസ്കോപ്പിന്റെ ഓരോ പടിപടിയായിട്ടുള്ള വളർച്ചയ്ക്കും ശാസ്ത്രം തന്നെയാണ് അതിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതാണ് മൈക്രോസ്കോപ്പിന്റെ വളർച്ച. നമ്മൾക്കിനി ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ മർമ്മം മാത്രം നമ്മൾ പഠിച്ചില്ല. മർമ്മം ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മർമ്മം ഉള്ള ജീവികളുമുണ്ട്, മർമ്മമില്ലാത്ത ജീവികളുമുണ്ട്. ഈ ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, ഇത് പിന്നെ ഈ മൈക്കോപ്ലാസ്മ, ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങളുണ്ട്. ബാക്ടീരിയ ഓർത്താൽ മതി. ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇതുപോലുള്ള ജീവികളിൽ മർമ്മമില്ല. മർമ്മമില്ലാത്ത ജീവികളെ നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയും. പ്രോകാരിയോട്ടുകൾ. പിന്നെ നമ്മുടെ അമീബ, പിന്നെ ജന്തു ശരീരം, സസ്യശരീരം, സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും എല്ലാം മർമ്മമുണ്ട്. മർമ്മം ഉള്ള അതിനെയെല്ലാം നമ്മൾ യൂകാരിയോട്ട് എന്ന് പറയും. അപ്പോൾ ഈ കോശം സസ്യത്തിന്റെ കോശമാണ്. സസ്യകോശത്തിൽ മർമ്മമുണ്ട്. സസ്യം യൂകാരിയോട്ടാണ്. ഇത് നമ്മൾക്ക് മർമ്മത്തിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് മർമ്മം. ഇതിൽ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ മർമ്മവും അതിനുള്ളിൽ ഒരു മർമ്മകവും മാത്രമേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി മർമ്മത്തിന് തന്നെ ഞാൻ പ്രത്യേകിച്ച് വരച്ച് മർമ്മത്തിന്റെ ഭാഗങ്ങൾ മനസ്സിലാക്കി തരാം. ഇത് മായ്ക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മർമ്മത്തിന്റെ പുറം ചട്ടയാണ് ഞാൻ വരച്ചത്. മർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ 2 പാളികൾ ഉള്ളതാണ് മർമ്മസ്ഥലം. 2 പാളികളുള്ള ഒരു മർമ്മസ്ഥലമുണ്ട് മർമ്മത്തിന്. മർമ്മസ്ഥലത്തിനുള്ളിലെ മർമ്മത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മർമ്മകം. മർമ്മകം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മർമ്മകം. ആ മർമ്മകമാണ് റൈബോസോമുകൾ നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് റൈബോസോമുകൾക്ക് വലിയ പങ്കുണ്ട്. ആ റൈബോസോമുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ മർമ്മകം. റൈബോസോമുകളുടെ റൈബോസോമുകളാണ് നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ മർമ്മമാണ് നമ്മളുടെ ബോഡിയുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് മർമ്മമാണ്. ഈ മർമ്മമാണ് ബാക്കി എല്ലാ കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും. നമ്മൾ മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു പ്രവർത്തനം പഠിച്ചു, റൈബോസോമിന് പ്രവർത്തനം പഠിച്ചു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, പാനും എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് മർമ്മമാണ്. ആ മർമ്മത്തിൽ തന്നെ മർമ്മത്തിലുള്ള മർമ്മകമാണ്. ആ മർമ്മകമാണ് ഇത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന റൈബോസോമിനെ
ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ റൈബോസോം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഈ മർമ്മത്തിനകത്ത് തന്നെ ഉള്ള ഒരു ജാലികയുണ്ട്. ആ ജാലികയ്ക്ക് അതിന് വളരെ പങ്കുണ്ട്. ഇത് മർമ്മകം, ഇത് മർമ്മസ്ഥലം. ഇനി ഇതിനകത്ത് ഒരു ജാലിക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കെട്ട് പിണഞ്ഞ് കിടക്കുന്ന ഒരു ജാലികയാണ്. പലക്കണ്ണികൾ പോലെ കെട്ട് പിണഞ്ഞ് കിടക്കും. അതിന് നമ്മൾ ക്രോമാറ്റിൻ ജാലിക എന്നാണ് വിളിക്കുന്നത്. ക്രോമാറ്റിൻ ജാലിക. ഈ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്, ക്രോമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ ഉള്ളത്. ക്രോമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ സ്വഭാവം, ആ കുഞ്ഞിന്റെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ ചിലപ്പോൾ പേരൻസ് ഒക്കെ പറയാറുണ്ട്, ഓ ഇത് അച്ഛന്റെ ജീനാണ്, അമ്മയുടെ ജീനാണ്, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ജീനാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമുക്ക് പരമ്പരാഗതമായി നമ്മൾക്ക് കിട്ടുന്ന നമ്മളുടെ സ്വഭാവ സവിശേഷതകളെല്ലാം ജീനുകൾ വഴിയാണ് വരുന്നത് നമ്മൾ പറയും. ഈ ജീനുകൾ കാണുന്നത് ക്രോമാറ്റിൻ ജാലികയിലാണ്. ഈ ജീനുകൾ നേരത്തെ ഞാൻ പറഞ്ഞു, മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഈ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളും റൈബോസോം നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഈ റൈബോസോമാണ് നമ്മുടെ ജീവപ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഈ മർമ്മത്തിലുള്ളത്. നമ്മുടെ ജീവപ്രവർത്തനങ്ങളെ എല്ലാം സഹായിക്കാൻ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ റൈബോസോമുകളുടെ പ്രവർത്തനമാണ്. ഇനി അടുത്തതായി, മർമ്മത്തിനകത്തോട്ടും മർമ്മത്തിന് പുറത്തോട്ടും നമ്മൾക്ക് പദാർത്ഥങ്ങളെ കൊണ്ടുപോകണമല്ലോ. മർമ്മം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരിതല്ല, കോശത്തിനുള്ളിലെ തന്നെ ഒരു അംഗമാണ് മർമ്മം. അപ്പോൾ ആ മർമ്മത്തിനകത്തോട്ടും പുറത്തോട്ടും പദാർത്ഥങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് മർമ്മരന്ധ്രമുണ്ട്. മർമ്മസ്ഥലത്തിലുള്ള സുഷിരങ്ങളെയാണ് നമ്മൾ മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തോട്ടും മർമ്മത്തിന് പുറത്തോട്ട് കോശത്തിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. മർമ്മരന്ധ്രം മർമ്മത്തിനകത്തോട്ടും മർമ്മത്തിന് പുറത്തോട്ടും ആ മർമ്മസ്ഥലത്തിലുള്ള സുഷിരങ്ങൾ വഴിയാണ് പദാർത്ഥങ്ങൾ സംവഹിക്കുന്നത്. അതിനെയാണ് നമ്മൾ മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. ഇനി മർമ്മത്തിലെ പ്രധാന ഭാഗം എന്ന് പറയാൻ ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ സഹായത്തോടു കൂടി ഈ പിക്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നിങ്ങൾക്ക് മർമ്മകം എന്തോ ആണ്, മർമ്മസ്ഥലം എന്തോന്നാണ്, ക്രോമാറ്റിൻ ജാലിക എന്തോന്നാണ്, മർമ്മരന്ധ്രം എന്തോന്നാണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പടം. ഈ സെൻട്രലായിട്ട് കാണുന്നതാണ് മർമ്മകം. ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മർമ്മകം. ഇതിനകത്ത് ഈ മർമ്മത്തിനകത്ത് ഈ നെറ്റ്വർക്ക് പോലെ പലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ക്രോമാറ്റിൻ ജാലിക. ഇതിനകത്ത് കാണുന്ന ചെറിയ ചെറിയ വരകൾ പോലെ കാണുന്നതാണ് ക്രോമാറ്റിൻ ജാലിക.
അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോമാറ്റിൻ ജാലിക. പിന്നെ ഈ മർമ്മം ഒരു 2 ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കവറിങ്, എൻ്റെ ആവരണം 2 ലെയറാണ്. അതാണ് മർമ്മസ്തരം. അത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മർമ്മസ്തരം. പിന്നെ ഈ മർമ്മത്തിനകത്തോട്ടും പുറത്തോട്ടും വസ്തുക്കളെ, പദാർത്ഥങ്ങളെ വഹിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നത് മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ്. അതാണ് മർമ്മരന്ധ്രം. ഇനി ഈ മർമ്മത്തിനുള്ളിൽ തന്നെ മർമ്മദ്രവ്യമുണ്ട്. അകത്ത് മർമ്മത്തിനുള്ളിലായിട്ടൊരു മർമ്മദ്രവ്യമുണ്ട്. മർമ്മദ്രവ്യം. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള മർമ്മം. നിങ്ങൾക്ക് പഠിക്കാനുള്ള മർമ്മം ഇതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു, മർമ്മം ഉള്ള ജീവികളെ നമ്മൾ എന്ത് പറയും? യൂകാരിയോട്ട്. മർമ്മം ഇല്ലാത്തതിന് നമ്മൾ എന്ത് പറയും? പ്രോകാരിയോട്ട്. അപ്പോൾ മർമ്മം ഉള്ളത് അമീബ, സസ്യ ജന്തുകോശങ്ങൾ, ഇതിലെല്ലാം മർമ്മമുണ്ട്. അതുകൊണ്ട് അത് യൂകാരിയോട്ടാണ്. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയ വസ്തുക്കളിൽ, തുടങ്ങിയ ജീവികളിൽ മർമ്മമില്ല. അതുകൊണ്ടത് പ്രോകാരിയോട്ടാണ്. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? നല്ലതായി.